മനു പുറത്തേക്ക് കൊണ്ടുവരികയാണ്. മനു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീപ്പിലേക്ക് കയറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞു. ഇത് നേരെ ഇനി പോകുന്നത് മജിസ്ട്രേറ്റിന്റെ അടുത്തേക്കാണ്, മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്കാണ് പോകുന്നത്. അവിടെ ഈ കോടതിയിൽ ഹാജരാക്കാനാണ് ഈ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതുപോലെ പ്രതിഷേധക്കാരും മുഴുവനും രാഹുൽ മാങ്കൂട്ടത്തിലെ കൂകി വിളിക്കുന്നുണ്ട്. അത്ര നല്ല ഒരു യാത്രയപ്പാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആ പ്രതിഷേധവും ചൂടും രാഹുൽ മാങ്കൂട്ടം അറിഞ്ഞു. ഈ നിരവധി കൊല്ലത്ത് തന്നെ മുകേഷ് MLA വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ഇയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും അയാൾക്ക് ബൂമറാങ്കായി മാറിയ ഒരു സ്ഥിതി. കള്ളത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ നാളെ തിരിച്ചടിക്കുമെന്ന് പറയുന്ന സ്വാഭാവികമായിട്ടുള്ള ആ ഒരു കാര്യം, ആ ഒരു കാവ്യനീതി ഇവിടെയും സംഭവിച്ചു. അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ആ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഇപ്പോൾ അയാളെ ഇവിടുന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അർഹമായ യാത്രയയപ്പ് ജനറൽ ആശുപത്രിയിൽ നൽകിയിരിക്കുകയാണ്. അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂകി വിളിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് അയാളെ യാത്രയാക്കിയിരിക്കുന്നു. ഇനി മജിസ്ട്രേറ്റിന് മുൻപിലേക്കാണ്. ഏകദേശം 1.25 മണിക്കൂറോളം നീണ്ട വിശദമായ വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ഇതാ മജിസ്ട്രേറ്റിന് മുൻപിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. പ്രതിഷേധക്കാർക്കിടയിലൂടെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോയിരിക്കുകയാണ്. വലിയ പ്രതിഷേധം, കൂകിവിളികളൊക്കെയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ രീതിയിൽ കൂവി വിളിച്ച് പരിഹസിച്ച്, കോഴി രാഹുൽ എന്നൊക്കെ വിളിച്ച് പരിഹസിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ മജിസ്ട്രേറ്റിന്റെ മുൻപിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ, ഏതാനും മിനിറ്റുകൾക്കപ്പുറം മാങ്കൂട്ടത്തിനെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. മറ്റു തുടർന്ന് നിയമ നടപടികൾ പൂർത്തിയാക്കും. ജനറൽ ആശുപത്രിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടവുമായി ഇപ്പോൾ പോലീസ് വാഹനം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു.